സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വായിച്ചതും നിങ്ങൾ കേട്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചു ഓ അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നതുമായ വാർത്തയുടെ സത്യ അവസ്ഥ പുറത്തു വരികയാണ്. കെവിൻ എന്ന ചെറുപ്പക്കാരന്റെ ദുരഭിമാന കൊലയ്ക്ക് ഇരയായ കെവിന്റെ ഭാര്യയായിരുന്ന നീനു മറ്റൊരാളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. അതാണ് സത്യാവസ്ഥ. അതാണ് വാർത്തയുടെ നിജസ്ഥിതി. നീനു മറ്റൊരാളെ വിവാഹം കഴിച്ചു. എന്താണ് നീനുവിന്റെ കഥ എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ ഇടയ്ക്ക് നടന്ന ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനം? തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ അതിന്റെ സ്കെൽട്ടൺ തന്നെ ഈ നീനു കെവിൻ പ്രണയ കഥയും കെവിന്റെ മരണവും അതൊക്കെ പ്രമേയമാക്കുന്ന ഒരു ചിത്രമായിരുന്നു തുടരും സിനിമ വന്നപ്പോൾ തന്നെയാണ് മലയാളികൾ വീണ്ടും കെവിനെയും നീനുവിനെയുമൊക്കെ ഓർക്കുകയും നീനു എവിടെയാണെന്ന അന്വേഷണവുമൊക്കെ തുടങ്ങുകയും ചെയ്തത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സോഷ്യൽ മീഡിയയിൽ ചില ഹാൻഡിലുകളിൽ നിന്ന് വന്നത് കെവിന്റെ നീനു വിവാഹിതയായി വയനാട് നിന്നുള്ള ഒരാളാണ് വരൻ അല്ലെങ്കിൽ ഭർത്താവ്, അതിന് മുൻപേ നീനുവിന്റെ കൈപിടിച്ചു കൊടുത്തത് കെവിന്റെ പിതാവാണ് എന്ന തരത്തിലായിരുന്നു ആ സോഷ്യൽ മീഡിയ പ്രചരണം. ഇതൊക്കെ എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാകും, എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നീനു കെവിന്റെ വീട്ടിലായിരുന്നുവല്ലോ, അവന്റെ പിതാവാണല്ലോ ഈ കല്യാണം നടത്തി കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമാണ്. അതിപ്പോ കെവിന്റെ അച്ഛനല്ല, അല്ലാതെ നീനു വിവാഹം കഴിച്ചതിൽ ആർക്കും എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആർക്കും എതിർപ്പോ ശത്രുതയോ ഒന്നും വരാൻ കാര്യവുമില്ല. അപ്പോൾ നീനു വിവാഹിതയായിരുന്നു. അങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ചർച്ചയും പിന്നെ കെവിന്റെ വീട്ടിലേക്ക് വരെ ഈ ഓൺലൈൻ ആളുകൾ പോയി ചെന്ന് കാര്യങ്ങൾ തിരക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ കെവിന്റെ അച്ഛന് അത് സഹിക്കാൻ പറ്റാതെ അദ്ദേഹം പറഞ്ഞു, ഈ വ്യാജ പ്രചരണം നടത്തുന്നവരോട് തന്നെ ചോദിക്കണം ആരാണ് വരനെന്നും ആരാണ് കൈപിടിച്ചു കൊടുത്തതെന്നും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ആരെയും കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടില്ല. നീനു ഇവിടെ ഉണ്ടായിരുന്നു. കെവിന്റെ മരണശേഷം ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു നീനു എന്ന പെൺകുട്ടി താമസിച്ചിരുന്നത്. പിന്നീട് ഉപരിപഠനത്തിന് വേണ്ടി MSW പഠിക്കുന്നതിന് വേണ്ടി ബംഗളൂരുവിലേക്ക് പോയി അവിടെ പഠിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാവുന്നത്. മറ്റു വിവരങ്ങൾ ഞങ്ങൾക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും അനിശ്ചിതത്വമായി. അപ്പോൾ നീനു എവിടെ? അതാണ് വീണ്ടും ഒരു പുകച്ചിൽ സോഷ്യൽ മീഡിയയിൽ പുക എന്ന് പറയും. അപ്പോൾ നീനു അങ്ങോട്ട് പോയി. നീനുവിനെ കാണാനില്ല. നീനു അപ്രത്യക്ഷയായി. നീനു അങ്ങോട്ട് പോയി. നീനു കല്യാണം കഴിഞ്ഞു. നീനുവിന്റെ വിവാഹം നടത്തിയത് കെവിന്റെ പിതാവാണെന്നൊക്കെ പ്രചരിച്ചു. ഇപ്പോൾ കെവിന്റെ പിതാവ് പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല, അത് നുണപ്രചരണമാണെന്ന്. അങ്ങനെ പല മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഈ സംഭവത്തിൽ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചതിൽ നിന്നാണ് മനസ്സിലാക്കുകയും ഒരു സത്യാവസ്ഥ സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ സ്വകാര്യത, നീനുവിന്റെ സ്വകാര്യത മാനിച്ച് ഈ വിവരങ്ങൾ ഇതിൽ ആരാണ് വരനെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്നോ അവരുടെ പുതിയ ഫോട്ടോഗ്രാഫ്സോ ഒന്നും പുറത്തു കൊടുക്കുന്നത് അതൊരു മാന്യതയാണ്. അതാണ് ഒരു ധാർമ്മികത. അവരുടെ സ്വകാര്യതയെ എല്ലാ ആളുകളും മാനിക്കുക. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇത്തരം അന്വേഷണങ്ങളൊക്കെ ഒരു ചാബല്യത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിടുക എന്നല്ലാതെ അവരുടെ പുറകെ പോയി പാപ്പരാസികളെ പോലെ അവരുടെ പുറകെ പോയി ഇങ്ങനെ കുഴിതോണ്ടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു സ്വകാര്യമായ അഭിപ്രായം. എങ്കിലും ആ സത്യാവസ്ഥ നിങ്ങൾ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് പറയുകയാണ് കെവിന്റെ നീനു വിവാഹിതയായി സുഖമായി ഇരിക്കുന്നു. ഇതാണ് വാർത്തയിലെ സത്യാവസ്ഥ. ഇനി വാർത്തയുടെ ഭൂതകാലം അതിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം. 2018 മെയ് മാസം 28 കോട്ടയത്തിനടുത്ത് കെവിൻ എന്ന യുവാവിന്റെ മൃതദേഹം പുഴയ്ക്ക് സമീപം കാണപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് ഇൻസിഡന്റ്. അപ്പോൾ തന്നെ പോലീസുകാർക്ക് സംശയം തോന്നുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നു. കൊലപാതകമാണെന്ന് തെളിയുന്നു. പിന്നീട് കേസന്വേഷണത്തിൽ ഇതൊരു ദുരഭിമാന കൊലയാണെന്ന് തെളിയുന്നു. അങ്ങനെ കഥയിലേക്ക് വരുന്നു. കഥയുടെ അതിന്റെ കാമ്പിലേക്ക് അടുക്കുമ്പോൾ നീനു എന്ന പെൺകുട്ടിയെ കെവിൻ കല്യാണം കഴിച്ചുവെന്നും നീനു എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന പെൺകുട്ടിയാണെന്നും ജാതീയമായും കുറച്ചുകൂടി മേൽജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണെന്നും മനസ്സിലാകുന്നു. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ വിവാഹം കഴിച്ചത് ഈ ചാക്കോ എന്ന് പറയുന്ന നീനുവിന്റെ പിതാവിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇഷ്ടമായിരുന്നില്ല എന്ന് പറയുകയും അപ്പോൾ ചാക്കോയും നീനുവിന്റെ സഹോദരനും ഒക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് കെവിനെ വകവരുത്തിയത് എന്ന് തെളിയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തന്നെ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ SIയും അതുപോലെ തന്നെ നീനുവിന്റെ സഹോദരനും തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വരുന്നു. പോലീസും നീനുവിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒത്തുകളി പുറത്തുവരുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ പെൺകുട്ടി സധൈര്യം പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരാണ് കെവിനെ വകവരുത്തിയത്, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കെവിന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്, എന്നെ കെവിന്റെ കൂടെ പോകാൻ അനുവദിക്കാമെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉറപ്പ് നൽകിയതാണ് എന്നൊക്കെയുള്ള വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഏറെ
കോളിളക്കവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് 2018 കാലത്തും കേസിന്റെ വിചാരണ വേളയിലും. അതിൽ നീനുവിന്റെ സഹോദരൻ ഉൾപ്പെടെ 10 പേരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ശിക്ഷിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ അവസരം തന്നെ നീനുവിന്റെ പിതാവ് ചാക്കോ അടക്കം 4 പേരെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് കേസിന്റെ ഒരു ഫസ്റ്റ് ഹാഫ്, ആദ്യ ഭാഗം. അതിനുശേഷം ഉള്ള രണ്ടാം ഭാഗമാണ് മോഹൻലാലിന്റെ ചിത്രം തുടരും സിനിമ ഇറങ്ങിയതിനു ശേഷം നടന്ന ഈ സംഭവ പരമ്പരകൾ. നീനു വിവാഹിതയായി. ഏതായാലും കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ദുരഭിമാന കൊലയ്ക്ക് ഇരയായ കെവിൻ എന്ന ചെറുപ്പക്കാരൻ പ്രണയിച്ച് വിവാഹം കഴിച്ച് തനിക്കൊപ്പവും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്ന നീനു എന്ന് പറഞ്ഞ പെൺകുട്ടി ബംഗളൂരുവിൽ MSW പഠിക്കാൻ പോയി. അവിടെ വെച്ച് മറ്റൊരു ആളെ വിവാഹം കഴിച്ചു, പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുന്നു, ഒരു സ്ഥലത്ത് ജോലിയും ചെയ്യുന്നുണ്ട്. അവരെ ഇനി ആരും ശല്യപ്പെടുത്താതിരിക്കുക എന്നതാണ് മാന്യത.